ഇന്നത്തെ എപ്പിസോഡിൽ അനീനെ കണ്ടതിന് ശേഷം നന്ദു തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നയന വേഗം നന്ദുവിനെയും കൊണ്ട് റൂമിലേക്ക് പോവും. എന്നിട്ട് പറയും, നീ പോയപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, എവിടേക്കാണ് നീ പോയത് ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്, അപ്പോൾ അവിടെ ഈ പടക്കമൊക്കെ പൊട്ടിച്ച് സമയം പോയതായിരുന്നില്ലേ, അതാ വൈകിയത് പറയും കേട്ടോ. അപ്പോൾ പറയും, അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അനി ഉണ്ടായിരുന്നില്ലേ ചോദിക്കുമ്പോൾ, അനിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയും കേട്ടോ. അപ്പോൾ നീ സത്യം പറഞ്ഞോ, എൻ്റെ കയ്യിൽ എല്ലാ തെളിവും കിട്ടിയിട്ടാണ് ഞാൻ ഇനി ചോദിക്കണേ പറയും കേട്ടോ. അപ്പം നന്ദു ഇങ്ങനെ ആകെ ഇങ്ങനെ ഇല്ല ചേച്ചി ഉണ്ടായിരുന്നില്ല പറയും. അപ്പം നിനക്ക് ഇനി ഞാൻ തെളിവ് കാണിച്ചു തരണോ ചോദിക്കുമ്പോൾ വേണ്ട അനി ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പം നിനക്ക് എന്താ ഇത്രയും തവണ പറഞ്ഞിട്ടും മനസ്സിലാവാത്തത്? എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, നീ പോലീസാവാൻ പോണ ആളാണെങ്കിലും എനിക്കും പോലീസ് ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ് നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാമെന്ന് പറയും കേട്ടോ. നിന്നോട് എത്ര തവണ എല്ലാവരും പറഞ്ഞതാ, അനന്തപുരിയിൽ എല്ലാവരും നീ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങനത്തെ ഒരു ചേച്ചി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നയനെ പോകട്ടോ. അതുപോലെ തന്നെ അനി അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ദേവയാനി ചെന്ന് നിൽക്കും. എന്നിട്ട് ഇപ്പോൾ സമയം എത്രയായി ചോദിക്കുമ്പോൾ 11 മണിയായിന്ന് അനി പറയും. അപ്പോൾ ദേവയാനി പറയും, ഇവിടെ എല്ലാവരും 10 മണിക്ക് കയറണം എന്നുള്ള നിർബന്ധം ഉണ്ടെന്ന് നിനക്കറിയില്ലേ, പിന്നെ നീ എവിടേക്കാണ് പോയത് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഏത് ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് പറയുമ്പോൾ ഇങ്ങനെ പേര് പറയും ഫ്രണ്ട്സിൻ്റെ. അത് നിൻ്റെ ഫ്രണ്ട്സ് അല്ലല്ലോ, നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ പറയും. അപ്പോൾ അനി പറയും, ഇപ്പം എൻ്റെയും ഫ്രണ്ട്സാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നന്ദു ഉണ്ടായിരുന്നില്ലേ കൂടെ ചോദിക്കുമ്പോൾ ഇല്ല പറയും. അപ്പോൾ നന്ദു അനിയുടെ മുഖത്തേക്ക് ഒരു അടി കൊടുക്കുകയാണ് ദേവയാനി. എന്നിട്ട് ഇങ്ങനെ പറയും, നിന്നെ ഞാൻ എൻ്റെ മകനെ പോലെ കണ്ടിട്ടില്ല, നീ ഇനിയും ആ പെൺകുട്ടി, നിന്നെ ഒരു പെൺകുട്ടി കാത്തോടെ എടുക്കുന്നുണ്ട്, അവൾ നിന്നെയും കാണാതെ ഉറക്കമുളച്ചിരിക്കുകയാണ് പറയും. അപ്പോൾ അനി പറയും, അമ്മായി ഒന്ന് പോയി നോക്കി നോക്ക്, വല്യമ്മയൊന്ന് പോയി നോക്കി നോക്ക്, അവൾ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുണ്ടാവും, ഞങ്ങൾ ഒരേ റൂമിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് എപ്പോഴും ജീവിക്കണേ എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.